ക്രിസ്തുമസ് ആഘോഷ നിറവിൽ ലോകം തലസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനകളിൽ വിശ്വാസികൾ പങ്കെടുത്തു. പാളയം പള്ളിയിൽ നിന്ന് വിനയ രാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ലോകം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാളയം പള്ളിയിലാണ്. ക്രിസ്മസ് ദിനമായ ഇന്ന് രാവിലെ തന്നെ വിശ്വാസികളുടെ ഒരു തിരക്ക് തന്നെയാണ് പള്ളിയിലടക്കം കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രാർത്ഥന അടക്കം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വിശ്വാസികളടക്കം ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ പാളയം പള്ളിയിൽ വലിയൊരു തിരക്ക് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നാണെങ്കിലും ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങളടക്കം തന്നെ ഇപ്പോൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഈ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കാനാണ് ഈ ഫാമിലി ആയിട്ട് ഒരു തീരുമാനിച്ചിരിക്കുന്നത്? RCCയിലാണ് വൈഫിനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുർബാന കൂട്ടിയിട്ട് പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാരല്ലേ? അല്ല, എവിടെയുള്ള ആൾക്കാർ? ഞങ്ങൾ തൃശ്ശൂരിലെ ആൾക്കാരാണ്. അപ്പോൾ ഈ ഫാമിലി ആയിട്ടാണോ മൊത്തമായിട്ട് വന്നിരിക്കുന്നത്? ഞങ്ങൾ ഒരു കൂട്ടുകാരനാണ് ഇവിടെ വെച്ച് കണ്ടാണ്, ജോസ് ഇവിടെ ഉള്ളതാണ്. ഫാമിലി ആയിട്ട് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കാനാണ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തോ? ഫാമിലിയായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, സാധാരണ എല്ലാം പോലെ ട്രിപ്പ് അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഹാപ്പി ക്രിസ്മസ് പറയാമോ? ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവരും ഈ കൊച്ചു കുരുന്നുകൾ മുതൽ തന്നെ നിരവധി പേരാണ് എന്തായാലും ഈ പള്ളിയിലേക്ക് വരുന്നത്. എന്തായാലും ചേട്ടാ, ക്രിസ്മസ് എങ്ങനെയുണ്ട്? അടിച്ച് പൊളിക്കണം. നിരവധി ഇന്നലെ തൊട്ട് തന്നെ ഈ പള്ളിയിലേക്ക് നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് വീട്ടിലെ ക്രിസ്മസ് ഒക്കെ? എങ്ങനെ വന്നു? ഒരു സ്റ്റാർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആഘോഷമൊന്നുമില്ലേ? സെക്യൂരിറ്റിക്ക് എന്ത് ആഘോഷം? ഒന്നുമില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാ ആളുകളുടെയും ഒരു ഉത്സവമാണ്. അത് ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ്. ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് എന്ത് ക്രിസ്മസ് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം വിശ്വാസികളുടെ സന്തോഷമായിട്ട് കഴിക്കുന്നു. അതെ, ഉള്ളത് വെച്ച് നമ്മൾ ആഘോഷിക്കുന്നുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഉള്ളത് വെച്ച് നമ്മൾ ആഘോഷിക്കും. ക്രിസ്മസ് ആണ്, ഉള്ളത് വെച്ച് നമ്മൾ ആഘോഷിക്കും. കൂടുതലൊന്നും വേണ്ട, ഒരു സ്റ്റാർ കിട്ടിയെങ്കിലും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കും. എന്തായാലും ഇപ്പോഴും നിരവധി ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പള്ളിയിലടക്കം തന്നെ വലിയ രീതിയിലുള്ള അലങ്കാരങ്ങളടക്കം ഇപ്പോഴും ദൃശ്യമാണ്. നിരവധി പേർ എന്തായാലും പള്ളിയിൽ എത്തുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് എങ്ങനെ? അടിപൊളി. ഫാമിലി ആയിട്ടാണോ വന്നത്, അതോ ഒറ്റയ്ക്കോ? ഫാമിലി തൃശ്ശൂരുണ്ട്. തൃശ്ശൂരാണോ? അപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നോണ്ട് അത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നോ? ഞാൻ ട്രിവാൻഡ്രമാണ്, അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് ട്രിവാൻഡ്രത്താണ് ആഘോഷിക്കുന്നത്? നാട്ടിലേക്കൊന്നും പോയില്ലേ? ഇല്ല, നാട്ടിൽ നിന്നുമല്ല വന്നത്, ഇതിനു വേണ്ടി വന്നത്. ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണോ? എന്നിട്ട് ഈ ക്രിസ്മസ് ആയിട്ട് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? എങ്ങോട്ടെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ആസ് യൂഷ്വൽ വീട്ടിൽ തന്നെ സെലിബ്രേഷൻ. വീട്ടിൽ തന്നെയാണല്ലേ സെലിബ്രേഷൻ? അതെ, പലരും വീട്ടിലാണ് ഈ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും ഇത്തരത്തിൽ ഈ പുറത്തൊക്കെ പോയി ഫാമിലിയായി എൻജോയ് ഒക്കെ ചെയ്ത് ട്രിപ്പൊക്കെ പോയി ആഘോഷിക്കുന്ന നിരവധി പേരുണ്ട്. ഇത്തരത്തിൽ എന്തായാലും ക്രിസ്മസ് ഇപ്പോഴും കളറാണ്, വൈബാണ്. നമ്മളും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ്. ക്യാമറമാൻ ഷാൻ ജേസിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്.